ഇനി പഴം വെച്ചിട്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ കറുത്തൊക്കെ ഇരിക്കുവാണെങ്കിൽ അതിനെടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അടിപൊളിയായിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാം. ഇതിനെ നല്ലവണ്ണം തോടൊക്കെ മാറ്റിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഈ കോർക്ക് വെച്ചോ തവി വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ട് എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നല്ലവണ്ണമൊക്കെ, ഇല്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചാലും മതി, നല്ലവണ്ണം ഇതൊന്ന് ഉടച്ചെടുക്കാം. വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ലവണ്ണം ഉടച്ചെടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ കറുത്ത പഴമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, നമ്മളെടുത്ത് ചിലപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിലൊക്കെ ഇടുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കാരണം നല്ലവണ്ണം ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ഈ പഴത്തിലോട്ടൊന്ന് തട്ടാം. നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ഇങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എടുക്കേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇത് അപ്പത്തിൻ്റെ പത്തിരിയുടെയൊക്കെയാണ്. പുട്ടിൻ്റെത് എടുക്കരുത്. അപ്പത്തിൻ്റെതോ പത്തിരിയുടേതോ അങ്ങനത്തെ മാവ് എടുക്കണം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. അതേ കോർക്ക് വെച്ച് തന്നെ കുഴച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് കുഴച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കരുത്. ഒരു തുള്ളി വെള്ളം പോലും വേണ്ട. ഇത് നല്ലവണ്ണം കുഴഞ്ഞ് കിട്ടും. ഇതാണ്ടോ, തേങ്ങയും എല്ലാം കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ 1 സ്പൂൺ നെയ്യും കൂടെ. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷനിലാണ്, വേണമെന്നില്ല. ഉണ്ടെങ്കിൽ മതി, ഇല്ല എന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ഇതൊന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കുക. അതാ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞിട്ട്, തീരെ വെള്ളം അങ്ങനെയല്ല, ഒരു ചപ്പാത്തിയുടെ പരുവത്തിനുള്ള കുഴച്ച് എടുത്താൽ മതി. ഇനി ഞാൻ എന്നിട്ട് ഇത് പൊടിയന്ന ഇല, അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന ഇലയുണ്ടല്ലോ, ഇതിന് വേറെ എന്തൊക്കെ പേര് പറയും, നമ്മളവിടെയൊക്കെ പൊടിയനി ഇല എന്നാണ് പറയുന്നത്. അതിന് 2ആയിട്ട് ഒന്ന് മുറിക്കാം. കാരണം മുഴുവനെ ഫുള്ളായിട്ട് വെക്കേണ്ട ആവശ്യമില്ല, വലിയ ഇലയാണ്. അതായത് ഞാൻ ഹാഫ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ നടുക്കൊരൽപ്പം വെച്ച് കൊടുക്കാം. എന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. സ്പൂൺ വെച്ചോ കൈ വെച്ചായാലും കുഴപ്പമില്ല. നല്ലവണ്ണം ഒന്ന് പരത്തി കൊടുക്കാം. ഇതിനകത്ത് തുറുവോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം പഴവും എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഇനി ഇതിനെ ഒന്ന് നല്ലവണ്ണം മടക്കിയെടുക്കാം. പഴം ഇച്ചിരി പൊടിയാതെ കിടന്നാലും കുഴപ്പമില്ല, വെന്ത് കഴിയുമ്പോൾ അത് അതിലോട്ട് ചേർന്നോളും. ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. നമ്മൾ സാധാ ഇലയട ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് മടക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. വീണ്ടും അതുപോലെ അടുത്ത ഹാഫ് ഇലയിൽ ഇതുപോലെ ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാം ഒരു 10-12 ഇലയടയുണ്ട്. ആകെ 4 പഴമേ ഉള്ളൂ. കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ നമുക്ക് നല്ല നാച്ചുറലായിട്ടുള്ള സാധനം കൊടുക്കാം. ഇത് കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. നെയ്യുടെ ചുവയും കൂടെ ഉള്ളതുകൊണ്ട് നല്ലവണ്ണം ഇഷ്ടപ്പെടും. ഇനി ഇത് ചെയ്യേണ്ടതെന്ന്, ഒരു ഇഡ്ഡലി തട്ടിലോ എന്തിലാണെന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. ഞാനൊരു ഇഡ്ഡലി കുട്ടുവമാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു സ്റ്റീമർ പോലുള്ള ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട്. തട്ട് വയ്ക്കാൻ പറ്റത്തില്ല, കാരണം തട്ടിൻ്റെ മുകളിലോട്ട് ഇത് നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് ഞാൻ ഈ പാത്രമാണ് വെച്ചത് അടിയിൽ. ഇനി എല്ലാം പറക്കി ഇതിലിങ്ങനെ നിരത്തി വയ്ക്കാം. നിരത്തി വെച്ചതിന് ശേഷം ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ആവി കയറ്റണം. ഇച്ചിരി വെള്ളം ഞാൻ കണ്ടല്ലോ, വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടു. ഇനി ഒന്ന് ആവി കയറ്റണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിൽ വേറെ ഒന്നും ചേർന്നിട്ടില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല അടിപൊളി സാധനമാണ്. വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം, ഒന്ന് ചൂടാറാൻ വേണ്ടി. അപ്പോൾ നിങ്ങളും ഇതുപോലെ പഴമൊക്കെ കിട്ടുവാണെങ്കിൽ എന്തായാലും തേങ്ങയും അരിമാവും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കുക. അത് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, അടിപൊളി പലഹാരം കിട്ടിയിട്ടുണ്ട്. പഴത്തിന് പകരം വേണമെങ്കിൽ ശർക്കര ചേർക്കാം, എങ്കിൽ കുറച്ചുകൂടെ കറുത്ത ശർക്കര ചേർക്കുകയാണെങ്കിൽ നല്ല ഒരു ബ്രൗൺ കളറായിരിക്കും. ഇത് പഴവും തേങ്ങയും അരിയും ആയതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ പഴമൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ എടുത്ത് കളയാതെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും. വേണമെങ്കിൽ ഇതിൽ 2 ഏലക്ക കൂടെ വേണമെങ്കിൽ പൊടിച്ചിടാം, അതൊരു പ്രത്യേക ഫ്ലേവറായിരിക്കും. വേണമെങ്കിൽ മതി. ഇതെല്ലാം ഓപ്ഷനാണ്. നെയ്യും ഇതെല്ലാം ഓപ്ഷനാണ്. അല്ലാതെ ഈ 3 സാധനം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കുക. ഉണ്ടാക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. കണ്ടോ, നല്ല 10-12 സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.